ഹായ്, സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾക്കിന്ന് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ആറാമത്തെ ചാപ്റ്ററിലെ എമർജൻസിയുടെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, കോൺസിക്വൻസ് ഓഫ് ദ എമർജൻസി പീരിയഡ് എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്നലെ അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ ആർഗ്യുമെൻസുകളുമാണ്. ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ആർഗ്യുമെൻസുകൾ. അതായത് അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് അതിൻ്റെ വിവാദങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറയാനുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ, ഹ്യൂമാനിറ്റീസിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനുള്ള എല്ലാ കുട്ടികളും ഇത് കാണുക, കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ കൊടുക്കുക. നന്നായിട്ട് ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കുക. അതിനുശേഷം റിവിഷൻ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പോൾ നമുക്കിന്ന് ആറാമത്തെ പാഠത്തിൻ്റെ ബാക്കി ടോപ്പിക്ക് കയറാം. അപ്പോൾ അതിൽ കോൺസിക്വൻസ് ഓഫ് ദി എമർജൻസി പീരിയഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അതായത് അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ രാജ്യത്തിൽ 1975 ജൂൺ 25 രാത്രി രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നേരം വെളുക്കുമ്പോഴാണ് രാജ്യം ഈ വാർത്ത അറിയുന്നത് തന്നെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്ത അറിയുന്നത്. കാരണം അന്ന് ഇന്നത്തെ പോലെ പത്രങ്ങളോ ടെലിവിഷൻ മാധ്യമങ്ങളോ മറ്റ് സംഭവങ്ങളൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് പത്രത്തിലൂടെ തന്നെ വേണം നമ്മൾ ഈ വാർത്തകൾ അറിയാം. പത്രമാണെങ്കിൽ നേരം വെളുത്തിട്ടല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതും രാത്രി 10 മണിക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ അന്ന് നമ്മുടെ കൈകളിലേക്കൊന്നും ആ വാർത്ത എത്ര പെട്ടെന്നൊന്നും എത്തിച്ചേരില്ല. അപ്പോൾ 1975 ഈ അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്തിൽ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ഗവൺമെൻറ് ജനാധിപത്യപരമായ പ്രവർത്തനത്തിന് തന്നെ അവസാനിപ്പിച്ചു എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. ഫ്രീഡം ഓഫ് ദ പ്രസ് വാസ് സസ്പെക്റ്റഡ്. അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്ന ഒരേ ഒരു കാര്യം, പ്രസ് വാസ് സസ്പെൻഡഡ്. അതായത് പത്രങ്ങൾ തടയപ്പെട്ടു. പത്രവാർത്തകളുടെ സ്വാതന്ത്ര്യം അവിടെ നഷ്ടമാകുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിച്ചു വരുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ സമയം തന്നെ എന്തൊക്കെ വാർത്തകൾ പത്രങ്ങളിൽ കൊടുക്കാം, എന്തൊക്കെ വാർത്തകൾ കൊടുക്കരുത് എന്നുള്ള ഒരു സെൻസർഷിപ്പ് അവിടെ ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ ദ ഗവൺമെൻറ് ക്ലാംപ്ഡ് പ്രസ് സെൻസർഷിപ്പ് ഓൺ ഓൾ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പബ്ലിക്കേഷൻസ്. എല്ലാ പത്രങ്ങളിലും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിലും കൊടുക്കേണ്ട വാർത്തകളെക്കുറിച്ച് ഗവൺമെൻറ് ഒരു സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയുണ്ടായി. അതുപോലെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വാസ് റിസോർട്ടഡ് ടു ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. അതായത് പത്രവാർത്തകൾ നിരോധിച്ച അതേപോലെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ എന്നത് കൊണ്ടുവരും ചെയ്യും. അതായത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പേരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന മട്ടിലുള്ളതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ എന്ന പേരിലാണ് ഈ അറസ്റ്റ്. അത് പലപ്പോഴും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആൾക്കാർ അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആൾക്കാർ അത് എങ്ങനെ നടപ്പിലാക്കി എന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിനെതിരെ ആരെങ്കിലും പ്രതിഷേധങ്ങൾ ഉയർത്തും എന്ന് ഭീഷണിയുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ ആയ ഒട്ടേറെ പേർ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഒക്കെ പരാതി കൊടുത്തു. കാരണം അറസ്റ്റിൻ്റെ കാരണം അറിഞ്ഞിട്ടില്ല, എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിൻ്റെ കാരണങ്ങൾ അറിയണം, ജയിലിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ആവശ്യങ്ങൾ. പക്ഷേ എന്തൊക്കെ പരാതികൾ ഉന്നയിച്ചാലും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളെല്ലാം ബാൻഡഡ് ചെയ്യപ്പെടും, തടയപ്പെടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് അറിയാതെയാണ് പലരും ചെയ്തത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നമ്മുടെ ഈ പരാതികളൊന്നും തന്നെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ കിട്ടണം എന്ന് പറഞ്ഞ ഹേബിയസ് കോർപ്പസ് വരെ കൊടുത്ത ആൾക്കാരുണ്ട്.
പക്ഷെ അതൊക്കെ അവിടെ തടയപ്പെടുകയാണ് ചെയ്തത്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ വാസ് റെസ്ട്രിക്റ്റഡ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ലാർജ് സ്കെയിൽ അറസ്റ്റ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് കൺട്രി ഈവൻ വെൻ ദ അറസ്റ്റഡ് മെൻ ആൻഡ് കമ്മിറ്റഡ് നോ ക്രൈം. തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പലരെയും നമ്മൾ ഹേബിയസ് കോർപ്പസ് കൊടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഫലവത്തായില്ല. അങ്ങനെ 1976 സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഒരു തീരുമാനം കൂടെ എടുത്തു. ദ ഗവൺമെൻറ് ഡ്യൂറിങ് എമർജൻസി കുഡ് മേക്ക് എവേ citizens' right to life property. This controversial judgment closed to all doors of the judiciary for redressal of grievance. അതായത് നമ്മുടെ രാജ്യത്തിൽ നമുക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരാൻ വഴിയില്ല. പല രാഷ്ട്രീയ പ്രവർത്തകരും ഒളിവിലായിരുന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ വന്നൊരു കാലഘട്ടത്തിൽ ഭരണഘടനയിലെ ഒരുപാട് വ്യവസ്ഥകൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ച് പരാതി നൽകിയാലും പരാതികളൊന്നും സ്വീകരിക്കണില്ല എന്ന് വന്നു. അതുപോലെ തന്നെ എമർജൻസി കാലയളവിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമ്മൾ പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലയളവിൽ ജനങ്ങളുടെ ലൈഫിനും പ്രോപ്പർട്ടിക്കും അതായത് ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വത്തിനും പരിഗണനകളൊക്കെ വേണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നും ഇപ്പോൾ കോടതി അതൊന്നും എന്ത് ചെയ്യുന്നതേ ഇല്ല, സ്വീകരിക്കുന്നതേ ഇല്ല. ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും വന്നത്. അപ്പോൾ ഇതൊന്നും അറസ്റ്റിൻ്റെ കാരണം പറയാൻ ബാധ്യസ്ഥരല്ല എന്നുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അപ്പോൾ അത് തടയാൻ 1976 ഏപ്രിൽ മാസത്തിൽ ഭരണഘടനാ ബെഞ്ച് ഇതെല്ലാം നമ്മൾ എന്തൊക്കെ പരാതികൾ ഇപ്പോൾ ഹൈക്കോടതി പരാതി സ്വീകരിച്ചാൽ പോലും സുപ്രീം കോടതി അതൊക്കെ തള്ളിക്കളയുന്നൊരവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ പൗരന്മാരുടെ യാതൊരു റൈറ്റ്സും ഇവിടെ ബാധകമല്ല എന്ന് അടിയന്തരാവസ്ഥ പീരീഡ് നമുക്ക് മനസ്സിലാക്കി തരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത്. പല രാഷ്ട്രീയ പ്രവർത്തകരും ഒളിവിലിരുന്നു കൊണ്ട് സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ പത്രങ്ങളൊക്കെ ഇതിനെതിരെ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് ബാൻഡഡ് നയങ്ങൾക്കെതിരായിട്ട് പ്രകടനങ്ങളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സെമിനാറുകൾ, മെയിൻ സ്ട്രീം തുടങ്ങിയ മാസികകൾ സെൻസർഷിപ്പ് വിധേയമാക്കുന്നതിലോ ഭേദം സ്ഥാപനം അടച്ചുപൂട്ടുന്നതാണെന്ന് പറയാൻ തുടങ്ങി. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറയുന്ന വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനീ പത്രം എന്ന് ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെയുള്ള സ്റ്റേറ്റ്സ്മാനെ പോലെയുള്ള പത്രക്കാർ തീരുമാനിച്ചു. സെൻസറിങ് ന്യൂസുകൾ മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഒരു കൂട്ടരും, സെൻസറിങ് വാർത്തകൾ വരുന്ന കോളം ബ്ലാങ്കായി ഇട്ടിട്ട് അതായത് ഒഴിച്ചിട്ടിട്ട് പത്രം പ്രസിദ്ധീകരിക്കുന്ന അടുത്ത കൂട്ടർ. ഇത് രണ്ടിനോടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കംപ്ലീറ്റ് പത്ര ഓഫീസ് തന്നെ പൂട്ടി ജോലി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 42ാം ഭേദഗതി ഈ സമയത്ത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അതായത് 42nd അമെൻമെൻറ്റ് ഡ്യൂറേഷൻ ഓഫ് ലെജിസ്ലേച്ചേഴ്സ് ബൈ എക്സ്റ്റെൻഡഡ് ഫ്രോം 5 to 6 years. അതായത് ഗവൺമെൻറ്റിൻ്റെ കാലാവധി 5 കൊല്ലത്തിൽ നിന്നും 6 കൊല്ലത്തേക്ക്, അതായത് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിന് 6 വർഷം, 1 വർഷം കൂടുതലായിട്ട് വർക്ക് ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന വ്യവസ്ഥകൾ പാസ്സാക്കി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പുകൾ ചോദ്യം ചെയ്യാതെ പാസ്സാക്കപ്പെടുന്നൊരു സാഹചര്യം നമുക്ക് കണ്ടു. അപ്പം അങ്ങനെ പത്രങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ട്, പൗരസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടെങ്കിലും ഭരണഘടനാ ഭേദഗതി അവിടെ നടപ്പിലാക്കുകയും ചെയ്തു. ഇനി ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത്? അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള കോൺട്രവേഴ്സീസിലാണ്. കോൺട്രവേഴ്സീസിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് കോൺട്രവേഴ്സി പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ. നമ്മളുടെ കോൺസിക്വൻസ് എന്തായിരുന്നു കോൺസിക്വൻസ് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ: അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നു, അറസ്റ്റുകൾ വന്നു, പണിമുടക്കുകൾ നിരോധിക്കപ്പെട്ടു, പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലായി, രാജ്യം സംഘർഷാഭരിതമായി മാറി. ഈ സമയത്ത് പത്രങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുകയും പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ RSSനെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു. നമ്മുടെ മൗലിക അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു. കരുതൽ തടങ്കൽ, അതായത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കൊണ്ടുവന്നു. അതായത് അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും. തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നല്ല, സംശയം തോന്നുന്ന ആരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനെതിരെ ഹേബിയസ് കോർപ്പസ് കൊണ്ടുവന്നെങ്കിലും
ഹേബിയസ് കോർപ്പസ് നടപ്പിലാക്കാൻ പറ്റിയില്ല. അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ അവർക്ക് വേണ്ടപ്പെട്ടവരോ ആയിട്ടുള്ള ആളുകൾ ഹൈക്കോടതിയിൽ പരാതികൾ കൊടുത്തെങ്കിലും അറസ്റ്റിൻ്റെ കാരണങ്ങൾ പോലും അവർക്കറിയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഹേബിയസ് കോർപ്പസ് ഒന്നും മൗലിക അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് അടിയന്തരാവസ്ഥ എന്നും അതുകൊണ്ട് തന്നെ ഈ പരാതികളൊന്നും സ്വീകരിക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതിയും ഹൈക്കോടതിയും തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ പോലുള്ള പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരണ രീതികളിൽ പ്രതിഷേധങ്ങൾ അറിയിപ്പിച്ചു. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെൻസർ ചെയ്ത് കിട്ടുന്ന വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില പത്രങ്ങളെ ഓഫീസെ അടച്ചുപോയി, ചില പത്രങ്ങൾ ആ കോളങ്ങൾ ബ്ലാങ്കായിട്ടു, ചില പത്രങ്ങൾ അവർ പറയുന്നത് മാത്രം പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സമയത്ത് 42ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നു. അതനുസരിച്ച് മന്ത്രിമാരുടെ കാലാവധികൾ, അതായത് പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ കാലാവധി 1 വർഷം കൂടി നീട്ടിക്കിട്ടി. അതോടൊപ്പം തന്നെ അവരുടെ അധികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് വ്യക്തമാക്കി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ദെൻ അടുത്തത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, കോൺട്രിവേഴ്സസ് റിഗാർഡിംഗ് എമർജൻസീസ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിൻ്റെ കാരണങ്ങളിലൊന്ന്. അതായത് ഈ കാലയളവിൽ രാജ്യത്തിൽ അടിയന്തരാവസ്ഥ അത്യാവശ്യമായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നു. അതുപോലെ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾ ഉപയോഗിച്ച് ഗവൺമെൻറ് ജനാധിപത്യപരമായ പ്രവർത്തനത്തിന് തന്നെ അറുതി വരുത്തുമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പരാജയമായി മാറുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഷാ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞ അതിക്രമങ്ങൾ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിലയിരുത്തലുകളുണ്ട്. അതായത് അടിയന്തരാവസ്ഥ നമുക്ക് എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കി തന്നത് നമ്മുടെ ഇന്ത്യയുടെ ജീവിതത്തിൽ, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നുള്ളതുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ ആവശ്യം ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാക്കുന്നു. ഗവൺമെൻറ് അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്തില്ലേ എന്നത് മറ്റൊരു സംശയമായി മാറുന്നു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. മറക്കരുത്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട കമ്മീഷൻ്റെ പേരാണ് ഷാ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളിൽ ഇന്ത്യ ഗവൺമെൻറ് വളരെ ചൂഷണം ചെയ്തിരുന്നു ആളുകളെ എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്താണ്, അതായത് ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി അടിയന്തരാവസ്ഥയുടെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദഗതികൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അനുകൂല വാദഗതികൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെ ഭരിക്കാൻ പൂർണ്ണമായി സമ്മതിച്ചില്ല എന്നും സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും മാത്രമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഭരിക്കുക വളരെ ബുദ്ധിമുട്ടായി മാറി. കാരണം ഈ സമരങ്ങൾ ക്രമസമാധാന പാലനം ശരിയല്ലാത്തത് കൊണ്ട്, ക്രമസമാധാന നില തകരാറിലായതുകൊണ്ട് അത് പരിപാലിക്കാൻ മാത്രമേ ഗവൺമെൻറ്റിന് പറ്റുകയുള്ളൂ. ഭരണത്തിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചില്ല എന്നതൊരു പരാതിയായി പറയുന്നു. രണ്ടാമത്തെ കാര്യത്തിന് ഇന്ത്യയുടെ ഐക്യത്തിന് ഐക്യത്തിനെതിരായിട്ട് ഗൂഢാലോചന നടക്കുന്നു എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യയുടെ പുരോഗമനത്തിന് തടസ്സമാണ് എന്നവരെ അന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇനി വിമർശകർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് നിറയെ പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും രാജ്യത്തിൻ്റെ ഐക്യത്തിനോ അഖണ്ഡതയ്ക്കോ തടസ്സം വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബീഹാറിലും ഗുജറാത്തിലും ഉണ്ടായ സമരങ്ങൾ അവസാനിപ്പിക്കാൻ, അതായത് സമരങ്ങൾ തടയാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. കാരണം രാജ്യത്തിലെ സൈന്യം സജ്ജീകരണമാണ്. അഥവാ ഗവൺമെൻറ് വളരെ മോശമായിട്ടാണ് പ്രതികരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ സഹായത്തോടു കൂടി അത് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നു, സൈനികരുടെ സഹായത്തോടെ. അതുപോലെ തന്നെ രാജ്യത്തിലെ ആഭ്യന്തര സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് ആഭ്യന്തര ഗവൺമെൻറ്റാണ്. അതുപോലെ ഇനി ഏതെങ്കിലും ഒരു പ്രക്ഷോഭം അതിരുവിട്ട പ്രക്ഷോഭമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ അതിരുവിട്ട പ്രക്ഷോഭം, അതായത് വെൻ ദ ഗവൺമെൻറ് അതോറിറ്റീസ് അറസ്റ്റഡ് ദ ലീഡേഴ്സ് ഓഫ് ദ അജിറ്റേഷൻ, നോ കേസസ് ഫോർ രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് ദം, they were not accused and tried for ആൻറ്റി നാഷണൽ activities.
ഏതെങ്കിലും സമരങ്ങൾ ഇഫ് ദ അജിറ്റേഷൻ ഹാഡ് ക്രോസ്ഡ് ദ ലിമിറ്റ്സ് ദ ഗവൺമെൻറ് ഹാഡ് റൂട്ടീൻ പവേഴ്സ് ടു കണ്ടെയ്ൻ ദം. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അതിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തതായി തോന്നുകയാണെങ്കിൽ, അതിനെ വിട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അത് തടയാൻ കഴിയുന്നൊരു പവറുള്ള ഗവൺമെൻറ് തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. There was no need of using emergency to deal with the such excess. അതായത് ഇനി നമുക്ക് അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിലും അടിയന്തരാവസ്ഥ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നത് അവിടെ ഒരു സത്യം. രാജ്യത്തിൻ്റെ ഐക്യത്തിനോ അഖണ്ഡതയ്ക്കോ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധി സ്വന്തം നില സുരക്ഷിതമാക്കാൻ വേണ്ടി ചെയ്തതാണ്. സ്വന്തം അധികാരം സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണെന്നാണ് വാദം. അപ്പം നമ്മളിന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കോൺസിക്വൻസ്, മറ്റൊന്ന് കോൺട്രവേഴ്സീസ്, അതുപോലെ തന്നെ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഇൻ എമർജൻസി. അപ്പോൾ കോൺസിക്വൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, എല്ലാവരുടെ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. രണ്ടാമത് കോൺട്രവേഴ്സീസിൽ പല അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ജനാധിപത്യത്തിന് ഒരു അറുതി വരുത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഷാ കമ്മീഷൻ അന്വേഷണത്തിൽ വന്നത് ഒരുപാട് അതിക്രമങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് അടിയന്തരാവസ്ഥയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചതും തടസ്സമായി. ഇനി ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് ആർഗ്യുമെൻറ്റ്സിൽ ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഒരുപാട് കലാപങ്ങളും കലഹങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം നടപ്പിലാക്കുക വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ജയപ്രകാശ് നാരായണനെ പോലെയുള്ളവർ അവരുടെ ജോലികൾ, അതായത് പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിന്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായി എതിർത്തുകൊണ്ടുള്ള നയങ്ങളായിരുന്നു നടത്തിയത്. അത് തടയാൻ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് രാജ്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നൊക്കെയാണ് ഭരണാധികാരി അഭിപ്രായപ്പെടുന്നത്, ഇന്ദിരാഗാന്ധി അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഈ കലാപങ്ങളെല്ലാം ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായിരുന്ന കലാപങ്ങളായാലും ഇന്ത്യയുടെ പല ഭാഗത്തുണ്ടായിരുന്നതായാലും അവസാനിപ്പിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമല്ല. അത് അടിയന്തരാവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇന്ദിരാഗാന്ധിക്കാണെന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്തായാലും ക്ലാസ്സുകളൊക്കെ കേട്ട ശേഷം മക്കളെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.